ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മെയ് മാസം 31 തീയതിയാണ്. ഈ മെയ് മാസം നമ്മൾ പ്രത്യേകമായിട്ട് മാതാവിൻ്റെ ആ ഒരു മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചു. മാതൃഭക്തിയിൽ വളരാനുള്ള പരിശ്രമം നമ്മൾ നടത്തി. അതിൻ്റെ അവസാന ദിവസത്തിലേക്ക് നമ്മൾ വരികയാണ്. മാതാവിനെ സ്നേഹിച്ച് ആദരിച്ച് ജീവിച്ച ഒരു വിശുദ്ധ, യേശുവിന് വേണ്ടി ജീവിതം വിട്ടുകൊടുത്ത ഒരു വിശുദ്ധ, കുടുംബത്തിന് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ സാധിച്ച ഒരു വിശുദ്ധ മോനിക്ക പുണ്യവതി. അവരുമായി ബന്ധപ്പെടുത്തി ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. നരകം ഒരു യഥാർത്ഥ ഭവനമാക്കി മാറ്റിയ വിശുദ്ധ, അതാണ് വിശുദ്ധ മോനിക്ക. നമുക്ക് വേണമെങ്കിൽ കുടുംബം നരകമാക്കി മാറ്റാം. നരകതുല്യമായ കുടുംബത്തെ സ്വർഗതുല്യമാക്കി മാറ്റാനും നമുക്ക് സാധിക്കും. അതിന് ഏറ്റവും വലിയ തെളിവാണ് വിശുദ്ധ മോനിക്ക. ഒരു സന്യാസ ഭവനം സന്ദർശിച്ച ആ ഭവനത്തിൻ്റെ അധികാരി, പ്രൊവിൻഷ്യാലച്ചൻ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ളവർ എല്ലാ സന്യാസ ഭവനം, അവരുടെ കീഴിലുള്ള സന്യാസ ഭവനങ്ങൾ സന്ദർശിക്കണം. അങ്ങനെ ഒരു സന്ദർശനം നടത്തി. ആ ഭവനത്തിൽ ഒന്നിച്ച് താമസിച്ച കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് അവരെയൊക്കെ വ്യക്തിപരമായിട്ട് കണ്ടു, ഒരുമിച്ചിരുത്തി. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോൾ അച്ഛന് മനസ്സിലായി അവിടെ തമ്മിലടിയാണ്, ഒരാളെ കണ്ടുകൂടാ. ഇനി അങ്ങനെ മറ്റൊരാളുടെ കുറ്റം കണ്ടുപിടിച്ച് അത് ഉയർത്തിപ്പിടിച്ച് അങ്ങനെ തമ്മിലടിച്ച് പോകുന്ന ഒരു കമ്മ്യൂണിറ്റി. അച്ഛൻ അവസാനം സൂചിപ്പിച്ച ഒരു കാര്യം, ഞാൻ കേട്ടതിൻ്റെ വെളിച്ചത്തിൽ, എല്ലാവരിൽ നിന്നും കേട്ടതിൻ്റെ വെളിച്ചത്തിൽ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ വിസിറ്റ് നടത്തിയപ്പോൾ കണ്ട കമ്മ്യൂണിറ്റികളിൽ ഏറ്റവും ക്ലോസ് ടു ഹെൽ എന്ന് പറഞ്ഞാൽ നരകത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഈ കമ്മ്യൂണിറ്റിയെ കാണാൻ പറ്റും. കേൾക്കുന്നത് അവർക്ക് അത്ര പ്ലസൻ്റ് അല്ലായിരുന്നു, എങ്കിലും ഒരു യാഥാർത്ഥ്യം അദ്ദേഹം അവിടെ വെളിപ്പെടുത്തുകയുണ്ടായി. അവിടെ ഞാൻ പറഞ്ഞ്, നമ്മുടെ വീടോ ഒരു സന്യാസ ഭവനോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് നരകതുല്യമാക്കി മാറ്റാം. നരകതുല്യമായിരിക്കുന്ന ഒരു ഭവനത്തെ സ്വർഗതുല്യമാക്കി മാറ്റാൻ ഒരു വ്യക്തിക്ക് സാധിക്കും എന്നുള്ളത് നാം തിരിച്ചറിയണം. മോനിക്കായെ പോലെ ഒരു വ്യക്തി നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ സമൂഹത്തിലോ ഉണ്ടായാൽ മതി, അവർക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കുടുംബം നരകമാക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ആദ്യം നമുക്ക് വിചിന്തനം ചെയ്യാം. ഒരു കുടുംബത്തെ നരകതുല്യമാക്കുന്ന കാര്യങ്ങൾ യാക്കോസ്ലീഹ 3-ാം അധ്യായം 14, 15, 16 വചനങ്ങൾ എടുത്താൽ അവിടെ 1-2 കാര്യങ്ങൾ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. കടുത്ത അസൂയ, അതുപോലെ തന്നെ ഹൃദയത്തിൽ സ്വാർത്ഥമോഹം, ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ളപ്പോൾ അവിടെ ഒരുപാട് ക്രമക്കേടും ദുഷ്കർമ്മങ്ങളും മുളയെടുക്കും. അങ്ങനെയാണത് നരകതുല്യമായിട്ട് മാറുക. അതുകൊണ്ട് ഈ അസൂയയും സ്വാർത്ഥതയും ഒരു കുടുംബത്തെ, ഒരു സമൂഹത്തെ നരകമാക്കി മാറ്റാൻ ശക്തിയുള്ളതാണ് എന്നുള്ളത് നാം തിരിച്ചറിയണം. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നുണ്ട് നിരന്തരമായ കുറ്റാരോപണം. ഇത് ചിലരെ സംബന്ധിച്ചിടത്തോളം കുടുംബാംഗങ്ങളോടാണേലും സമൂഹത്തിലുള്ള വ്യക്തികളോടാണേലും വാ തുറക്കുന്നത് അവരുടെ കുറ്റം പറയാൻ വേണ്ടിയാണ്. വാ തുറന്ന് കുറ്റം പറയും, അല്ലാതെ നല്ലതൊന്നും പറയാൻ അവർക്കില്ല. നിരന്തരമായിട്ട് ഇങ്ങനെ കുറ്റാരോപണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതൊരു കുടുംബത്തെ, ഒരു സമൂഹത്തെ നരകമാക്കി മാറ്റും എന്നുള്ളതിന് ഒരു സംശയം വേണ്ട. നമുക്കറിയാം, നന്മയില്ലാത്ത ആരുമില്ല, കുറ്റവും കുറവില്ലാത്തവരും ആരുമില്ല. പക്ഷേ നമ്മുടെ ശ്രദ്ധ എന്തിലാണ്? നമ്മൾ സാധാരണ പറയാറുള്ളത് ഏത് കാര്യങ്ങളാണ്? അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. പുറപ്പാട് 23:7 തെറ്റായ കുറ്റാരോപണങ്ങളിൽ നിന്നും നീ ഒഴിഞ്ഞു മാറണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുറ്റാരോപണം. യെശയ്യാ 58:9 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും അകറ്റുക, എന്നിട്ട് നീ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ഞാൻ കേൾക്കും. നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഒഴിവാക്കണം, തിരുത്തേണ്ടവ തിരുത്തണം. മറ്റൊന്നാണ് കലഹപ്രിയം. ഒരു കുടുംബത്തെ നരകമാക്കി മാറ്റുന്ന ഒരു കാര്യമാണ് കലഹപ്രിയം. സുഭാഷിതങ്ങൾ 27:15 വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് കലഹപ്രിയായ ഒരു ഭാര്യയെക്കുറിച്ച്. അവളെ താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ചാറ്റൽ മഴ. നല്ല മഴയാണ് അങ്ങ് പെയ്തു തീരും. ചാറ്റൽ മഴ അങ്ങനെയല്ല. ഈ കലഹപ്രിയമുള്ളവർ ആ രീതിയിൽ പെരുമാറും എന്നാണ് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. 2 തീമോത്തി 2:24 വായിച്ചാൽ കർത്താവിൻ്റെ ദാസർ കലഹപ്രിയരായിരിക്കരുത്. കലഹങ്ങളൊക്കെ സെറ്റിൽ ചെയ്യുന്ന, അതെല്ലാം അത് ഫിക്സ് ചെയ്യുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറണം. അതാണ് കർത്താവിൻ്റെ ദാസരിൽ നിന്നും കർത്താവ് പ്രതീക്ഷിക്കുക. മറ്റൊന്ന്, കുടുംബം നരകമാക്കുന്ന മറ്റൊരു കാര്യമാണ് മണവറ മലിനമാക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. ഹെബ്രായ ലേഖനം 13:4 വിവാഹം മാന്യമായി കരുതപ്പെടണം, മണവറ മലിനമാക്കരുത്. അങ്ങനെ മലിനമാക്കുന്ന പ്രവൃത്തികൾ നമ്മുടെ മണവറയിലുണ്ടെങ്കിൽ ആ കുടുംബം നരകതുല്യമാവും. സുഭാഷിതങ്ങൾ 14:29 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, മുൻകോപി ഭോഷത്വത്തെ താലോലിക്കുന്നു. ഇത് ചിലരെ സംബന്ധിച്ചിടത്തോളം സൗമ്യമായിട്ടൊന്ന് വർത്താനം പറയാൻ പോലും പറ്റത്തില്ല. സൗമ്യമായ ഒരു പെരുമാറ്റം അവരുടെ ബെഡ്റൂമിൽ പോലും ഇല്ല. അങ്ങനെയുള്ളിടത്ത് ആ കുടുംബം നരകമായി മാറും എന്നുള്ളത് ഈ വചനവും നമ്മെ ഓർമ്മിപ്പിക്കാൻ. മറ്റൊന്നാണ് ഗ്രൂപ്പിസം. ചില കുടുംബങ്ങളിലുണ്ട് ഗ്രൂപ്പിസം. ചില സന്യാസ സമൂഹങ്ങളിലും കാണാൻ പറ്റും
ഗ്രൂപ്പിസം, അവരുടേതായിട്ടുള്ള ചില ക്ലിക്സ്, ഇനി അവരുടെ അഭിരുചിക്ക് ചേരുന്ന ചില വ്യക്തികളെ അവരെ മാത്രം ഒരു ഗ്രൂപ്പാക്കിയിട്ട് പിന്നെ ബാക്കിയുള്ളവർക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഗ്രൂപ്പായിട്ട് മാറുകയാണ്. നമ്മൾ കാണുന്നുണ്ട് 1 കൊരിന്തോസ് 3-ാം അധ്യായം 3 മുതൽ വായിക്കുമ്പോൾ ജഡികരും സാധാരണക്കാരുമാണ് ഇങ്ങനെ ഗ്രൂപ്പിസം ഉണ്ടാക്കുക. ഞാൻ പൗലോസിൻ്റെ ആളാണ്, അപ്പോളോസിൻ്റെ ആളാണ് എന്നിങ്ങനെയെല്ലാം പറഞ്ഞ് വാദിക്കുന്ന വ്യക്തികൾ ഗ്രൂപ്പിസം ജഡികതയുടെ അല്ലെങ്കിൽ വളരാത്തതിൻ്റെ ഒരു സൂചനയായിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് മർക്കോസ് 9:38 മുതൽ വായിക്കുമ്പോൾ യോഹന്നാനും മറ്റ് ശിഷ്യന്മാരും ഒരാൾ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്നത് കണ്ടപ്പോൾ അവനെ തടഞ്ഞു, അവനെ സ്റ്റോപ്പ് ചെയ്തു. കാരണം പറഞ്ഞത് അവൻ നമ്മുടെ ഗ്രൂപ്പിൽപ്പെട്ടവനായിരുന്നില്ല. ഗ്രൂപ്പിസം, നമുക്ക് എവിടെ നന്മ കണ്ടാലും അത് നന്മയായിട്ട് സ്വീകരിക്കാനുള്ള ഒരു ആത്മീയ പക്വത ഉണ്ടാകണം. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, വേണമെങ്കിൽ നരകം സ്വർഗമാക്കാനോ ഒരു നല്ല കുടുംബമാക്കാനോ നമുക്ക് പറ്റും. അതിനുള്ള ഏറ്റവും നല്ല തെളിവാണ് മോനിക്ക പുണ്യവതി. 5 പേരടങ്ങുന്ന ഒരു കുടുംബം, ഒരാൾ ഒഴികെ ബാക്കി 4 പേരും പ്രാർത്ഥനയില്ല, ദൈവവിചാരമില്ല, നന്മയില്ല, വല്ലാത്തൊരവസ്ഥ. ഈ ഒറ്റ വ്യക്തി മോനിക്ക, അവര് 32 വർഷത്തോളം നീണ്ട പ്രാർത്ഥന, ത്യാഗമെടുത്തുള്ള പ്രാർത്ഥന, അതിൻ്റെ എല്ലാ ഫലമായിട്ടാണ് ആ കുടുംബം ശരിക്കും സ്വർഗമായി മാറി. നരകം പോലെ ഇരുന്ന കുടുംബം സ്വർഗമായിട്ട് മാറി. നമ്മളും ആഗ്രഹിച്ചാൽ, പ്രാർത്ഥിച്ചാൽ, ത്യാഗമെടുത്താൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കാവുന്നതേ ഉള്ളൂ. ആ ഒരു ബോധ്യത്തോടെ ജീവിക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. ഇതിൻ്റെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒരുമിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.